Students, we are going to discuss about the direct economic benefits of biodiversity. Based on the economic terms, there are mainly two types of values of biodiversity. They are use value and non-use value. The use value consists of direct value, indirect value, option values, and non-use value consists of bequest value and existence value. അപ്പോൾ എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി രണ്ട് ടൈപ്പാണുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ എക്കണോമിക് ബെനിഫിറ്റ്സിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, യൂസ് വാല്യൂവും നോൺ യൂസ് വാല്യൂവും. അപ്പോൾ യൂസ് വാല്യൂ 3 ടൈപ്പ് ഉണ്ട്: ഡയറക്റ്റ് വാല്യൂ, ഇൻഡയറക്റ്റ് വാല്യൂ, ഓപ്ഷൻ വാല്യൂ. നോൺ യൂസ് വാല്യൂവിൽ വരുന്നതാണ് ബിഗ്വസ്റ്റ് വാല്യൂ ആൻഡ് എക്സിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ ഡയറക്റ്റ് വാല്യൂസ് ആർ കൺസേൺഡ് വിത്ത് ദി എൻജോയ്മെൻറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ റിസീവ്ഡ് ഡയറക്ട്ലി ബൈ ബയോളജിക്കൽ റിസോഴ്സസ്. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനുമാണ് ബയോളജിക്കൽ റിസോഴ്സസ് നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനുമാണ് ഡയറക്റ്റ് വാല്യൂസിൽ വരുന്നത്. അതായത് നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന എൻജോയ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനുമാണ് ഡയറക്റ്റ് വാല്യൂസിൽ വരുന്നത്. ദേ ക്യാൻ ബി റിലേറ്റീവ്ലി ഈസിലി ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ് ഓഫ്റ്റൻ ബൈ അസൈനിങ് പ്രൈസസ് ടു ദം. അപ്പോൾ ഈ ഡയറക്റ്റ് വാല്യൂസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും ഈസിയാണ്. അപ്പോൾ നമുക്കതിന് വിലയൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സർവീസിന് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിക്ക് ഈ ബയോളജിക്കൽ റിസോഴ്സസിനൊക്കെ നമുക്ക് ഒരു വിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് അതുവഴി നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ രണ്ട് ടൈപ്പ് ഡയറക്റ്റ് വാല്യൂസ് ആണുള്ളത്. ഒന്ന് കൺസെപ്റ്റീവ് യൂസ്, ദാറ്റ് ഈസ് നോൺ മാർക്കറ്റ് വാല്യൂസ്, ആൻഡ് പ്രൊഡക്റ്റീവ് യൂസ് വിച്ച് ഈസ് കൊമേഴ്ഷ്യൽ വാല്യൂ. അപ്പോൾ ഡയറക്റ്റ് വാല്യൂസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: കൺസെപ്റ്റീവ് യൂസിനുള്ളതും പ്രൊഡക്റ്റീവ് യൂസിനുള്ള ഡയറക്റ്റ് വാല്യൂസ്. അപ്പോൾ കൺസെപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത് നോൺ മാർക്കറ്റ് വാല്യൂസ് ആണ്. പ്രൊഡക്റ്റീവ് യൂസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഡയറക്റ്റ് വാല്യൂസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റീവ് യൂസ് അല്ലെങ്കിൽ നോൺ മാർക്കറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ കൺസെപ്റ്റീവ് വാല്യൂസ് ഈസ് ദ വാല്യൂ ഓഫ് നാച്ചുറൽസ് പ്രോഡക്റ്റ് ദാറ്റ് ആർ കൺസ്യൂംഡ് directly, such as firewoods, fodder and meat. In other words, the products which are consumed directly without passing through the market. The conceptive use value seldom appear in national income accounts. അതായത് മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിൽക്കുകയൊന്നും ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂസാണ് കൺസെപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ മാർക്കറ്റ് വാല്യൂസ് എന്ന് പറയും. അപ്പോൾ ഫയർവുഡ്, ഫോൾഡർ, മീറ്റ് ഇതൊന്നും എല്ലാവരും മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയൊന്നുമില്ല. അപ്പോൾ അത് അവർ ഡയറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ കൺസെപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അത് നാച്ചുറിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സിനെ നമ്മൾ ഡയറക്റ്റായിട്ട് മാർക്കറ്റിലൊന്നും കൊണ്ടുപോയി വിൽക്കാതെ നമ്മൾ നാച്ചുറിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്ട്സ് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കൺസെപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റിലൂടെ പാസ് ചെയ്യില്ല, അതായത് ദേ ആർ കൺസ്യൂംഡ് ഡയറക്റ്റ്ലി വിത്തൗട്ട് പാസിങ് ത്രൂ മാർക്കറ്റ്. അതായത് അവർ ഡയറക്റ്റായിട്ട് നാച്ചറിൽ നിന്ന് ആ വാല്യൂസ് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുക, മാർക്കറ്റിലൊന്നും കൊണ്ടുപോകാതെ ഡയറക്റ്റായിട്ട് അവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നാഷണൽ ഇൻകത്തിൽ അങ്ങനെ അപ്പിയർ ചെയ്യൂല. അതായത് നമ്മുടെ ഇതിലൂടെ നമുക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, അപ്പം ഇത് ഇൻകത്തിലൊന്നും നമ്മുടെ അപ്പിയർ ചെയ്യൂല. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് എൻജോയ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ് കൺസെപ്റ്റീവ് വാല്യൂസിൽ വരുന്നത്. അപ്പോൾ കൺസെപ്റ്റീവ് യൂസ് വാല്യൂസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് കൺസെപ്റ്റീവ് യൂസ് ഇസ് ദി some rural community closest to the forest or other natural areas can prosper through the sustainable harvesting of wildlife species, hunting, direct consumption, example collection of berries, mushrooms, herbs, plants, and are all conceptive values. ഇപ്പോൾ കൺസെപ്റ്റീവ് വാല്യൂസിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അത് ചില റൂറൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അത് ഈ ഫോറസ്റ്റിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്നൊന്നും വിൽക്കൂല, അവർ ഡയറക്റ്റായിട്ട് അത് കൺസ്യൂം ചെയ്യാണ് ചെയ്യുക. അതായത് ആ ഫോറസ്റ്റിലുള്ള എനിമൽസിനെ അവർ വേട്ടയാടിയിട്ട് അവരതിനെ ഭക്ഷണമാക്കും.
പിന്നെ അവിടെയുള്ള മഷ്റൂംസും ഹേർബ്സും പ്ലാന്റ്സും ഹണിയൊക്കെ അവരെന്ത് ചെയ്യും, അവർ ഡയറക്റ്റായിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അവരെ യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് അവർ ഡയറക്റ്റായിട്ടാണ് കൺസ്യൂം ചെയ്യുക, അവർ മാർക്കറ്റിലൊന്നും പോയിട്ട് ഇത് വാങ്ങുകയൊന്നുമില്ല. അപ്പോൾ അവർ നേച്ചറിൽ നിന്ന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂസാണ് കൺസെപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇതുവർ മാർക്കറ്റിൽ കൂടിയൊന്നും, അതായത് ഇവർ ഡയറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുക, അത് മാർക്കറ്റിലൊന്നും കൊണ്ടുവച്ചിട്ട് വിൽക്കൂല. പിന്നെ പ്രൊഡക്റ്റീവ് യൂസ്, പ്രോഡക്ട്സ് ദാറ്റ് ആർ കൊമേഴ്ഷ്യലി ഹാർവെസ്റ്റ് ഫോർ എക്സ്ചേഞ്ച് ഇൻ മാർക്കറ്റ് ആർ കോൾഡ് പ്രൊഡക്റ്റീവ് യൂസ്. അപ്പോൾ പ്രൊഡക്റ്റീവ് യൂസ് എന്ന് പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ വിൽക്കുന്ന സാധനങ്ങളാണ് പ്രൊഡക്റ്റീവ് യൂസിൽ വരുന്നത്. പ്രോഡക്ട്സ് ദാറ്റ് ആർ കൊമേഴ്ഷ്യലി ഹാർവെസ്റ്റഡ് ഫോർ എക്സ്ചേഞ്ച് ഇൻ ഫോർമൽ മാർക്കറ്റ്സ് ആർ നോൺ ആസ് പ്രൊഡക്റ്റീവ് യൂസ്. Each species is valuable to humans. The global collection of genes, species, habitat and ecosystem is a resource that provides for human needs now. It is also essential for human survival in the future, and this is often only the value of biological resources that is reflected in the income accounts. Productive uses such as includes animal skins, ivory, medicinal plants, honey, beeswax, fibers, ഗം എക്സെട്ര. അപ്പോൾ പ്രൊഡക്റ്റീവ് യൂസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിൽക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പൈസ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ വാല്യൂസാണ് പ്രൊഡക്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും, കാരണം ഇത് നമ്മൾ വിറ്റിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വരുമാനത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എനിമൽ സ്കിൻ, അതായത് നമ്മൾ ലെതറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിമൽസിൻ്റെ സ്കിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആനക്കൊമ്പ്, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ തേന്, പിന്നെ വാക്സ്, ഗംസ്, ഇതൊക്കെ പ്രൊഡക്റ്റീവ് യൂസിൽ വരുന്നതാണ്. അപ്പം ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സിൽ വരുന്നത് മെയിൻലി 2 വാല്യൂസാണ്. ഒന്ന് കൺസെപ്റ്റീവ് വാല്യൂസും രണ്ടാമത്തത് പ്രൊഡക്റ്റീവ് വാല്യൂസും. അപ്പോൾ കൺസെപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നേച്ചറിന് എന്ത് ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് നേച്ചറിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് മാർക്കറ്റിലൊന്നും കൊണ്ടുപോയിട്ട് വിൽക്കാതെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനത്തിൽ ഇത് വലിയ മാറ്റമൊന്നും വരുത്തൂല, പക്ഷെ അതുകൊണ്ട് നമുക്ക് കുറേ യൂസസ് ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് പ്രൊഡക്റ്റീവ് വാല്യൂസ്. അപ്പം പ്രൊഡക്റ്റീവ് യൂസ് എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ ഇത് മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിറ്റിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 2 ടൈപ്പ് ഓഫ് ഡയറക്റ്റ് എക്കണോമിക് വാല്യൂസ്.